എത്യോപ്യൻ ബൈബിളാണ് ലോകത്തിലെ ആദ്യത്തെ ബൈബിൾ. എത്യോപ്യൻ ബൈബിൾ ഇതുവരെ നിലവിലില്ലാത്ത ഏറ്റവും നിഗൂഢവും വിവാദപരമായ പുസ്തകങ്ങളിലൊന്നാണ്. രാജ്യം പോലും വിശദീകരിക്കാൻ കഴിയാത്ത നിഗൂഢതകളിൽ മൂടപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതകളിലൊന്നായ എത്യോപ്യ ആഫ്രിക്കയിലെ കോളനിവൽക്കരിക്കപ്പെടാത്ത ഒരു രാജ്യമാണ്. അത് നിമിത്തം നോഹയുടെ പുത്രന്മാരിൽ ഒരാളായ ഹാമിലേക്കുള്ള വഴി മുഴുവനും അവർക്ക് അവരുടെ വംശപാരമ്പര്യം കണ്ടെത്താൻ കഴിയും. ഇത് യഹൂദന്മാർ പോലും സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. പ്രസിദ്ധമായ കിം ജെയിംസ് വേർഷൻ ബൈബിളിനേക്കാൾ പഴക്കമുള്ളതും ഇതുവരെ നിലവിലില്ലാത്തതുമായ ഏറ്റവും പഴയ ബൈബിൾ ചുരുളുകൾ എത്യോപ്യയിലുണ്ട്. കിം ജെയിംസ് ബൈബിൾ ഉൾക്കൊള്ളുന്ന 66 പുസ്തകങ്ങൾ ഒഴികെ എത്യോപ്യ ബൈബിളിൽ 88 പുസ്തകങ്ങളുണ്ട്. മറ്റു സഭകൾക്ക് ഇല്ലാത്ത ചില കൃതികളും ഇതിൽ ഉൾപ്പെടുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചുരുളുകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചുരുളുകളും പുസ്തകത്തിലുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനിത്വം അവരുടെ സമൂഹത്തിൽ എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ ചുരുളുകൾ അവരുടെ കൈവശമുണ്ടായിരുന്നു എന്നതാണ് ഇതിനെ വളരെ രസകരമാക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മിക്ക രാജ്യങ്ങളെപ്പോലെയും ക്രിസ്തുമതം അവർക്ക് നൽകപ്പെട്ടൊരു മതമായിരുന്നില്ല. എത്യോപ്യയിൽ ക്രിസ്തുമതം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ എത്യോപ്യ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമായിരുന്നു.